തമിഴ്നാട് ഗവർണർക്കെതിരെയുള്ള സുപ്രീംകോടതി വിധിയിൽ വെട്ടിലായി കേരളത്തിലെ പ്രതിപക്ഷം. ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണച്ച കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മലക്കം മറിഞ്ഞു. ഗവർണർക്കെതിരെയുള്ള സുപ്രീംകോടതി നടപടി കേരളത്തിലെ പ്രതിപക്ഷത്തിനേറ്റ തിരിച്ചടിയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തടഞ്ഞുവെച്ചപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അതിനെ പിന്തുണച്ചു. ബില്ലുകൾ ഒപ്പിടരുതെന്ന് ഗവർണറോട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നടപടിയെയും പ്രതിപക്ഷം എതിർത്തില്ല. സമരം നടത്തിയ SFIക്കെതിരായി കേരളത്തിലെ പ്രതിപക്ഷം മാറി. വിദ്യാർത്ഥികൾക്കെതിരെ തെരുവിലിറങ്ങി ആക്രോശിച്ച ആരിഫ് മുഹമ്മദ് ഖാനെ പ്രതിപക്ഷം വാഴ്ത്തി. കേരളം ഉന്നയിച്ച അതേ കാര്യത്തിൽ തമിഴ്നാട് ഗവർണർക്കെതിരെയുള്ള സുപ്രീം കോടതി വിധി സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് ഏറ്റ തിരിച്ചടി കൂടിയാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഒരു വേറെ രീതി സ്വീകരിച്ചിരുന്നു. ഇത്തരം ചില ഘട്ടങ്ങളിൽ ഭൂരിപക്ഷ പ്രകാരം ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നേരെ ഗവർണറെ കണ്ടിട്ട് ബില്ലിൽ ഒപ്പിടരുത് എന്ന് പ്രതിപക്ഷ മേധാവും പ്രതിപക്ഷവും അദ്ദേഹത്തെ കണ്ട് അഭ്യർത്ഥിക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ടായിരുന്നു. ആ രീതിയും തെറ്റാണ് എന്ന സന്ദേശം, അതും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് സുപ്രീം കോടതി അവരെയും വ്യക്തമാക്കിയിട്ടുണ്ട്, അവരോടും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ജനഹിതം എങ്ങനെയാണോ അത് നിയമസഭയിൽ പ്രതിഫലിക്കുന്നു, അത് ഗവർണർ ഒപ്പിടണം. ഒപ്പിടരുത് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, ഒപ്പിടരുത് എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ആ ഒപ്പിടരുത് എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ നിലപാട് സങ്കുചിത രാഷ്ട്രീയം വെച്ച് ജനാധിപത്യ വിരുദ്ധമായിരുന്നു, ഭരണഘടനാ വിരുദ്ധമായിരുന്നു. ഇതോടെ മലക്കം മറിയുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരും. ഞങ്ങൾ ഗവർണർമാരുടെ ഈ അതിപ്രസരത്തെ, ഗവർണർമാർ സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരങ്ങളിൽ ഇടപെടുന്ന അതിപ്രസരത്തെ ഒരിക്കലും അംഗീകരിക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാന്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് യോജിപ്പോൾ ഒന്നുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഇതുപോലുള്ള ഫാസിസ്റ്റ് നയങ്ങളോടും നടപടികളോടും കോൺഗ്രസ്സിന് ഉള്ള സമീപനം ഒന്നു തന്നെയാണ്. അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും മറ്റ് ഗവർണർമാരാണെങ്കിലും ഈ രീതിയിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ നിലപാട് അതിന്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.